കൊക്കരക്കോ. ഇന്ന് അലാം അടിച്ചില്ല. ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് മുന്നേ വണ്ടിയുടെ ടയർ മാറ്റി കഴുകി കുട്ടപ്പനാക്കി കൂട്ടേട്ടനാക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ 3 മണിയായി. അങ്ങനെ ഞങ്ങൾ മടക്കയാത്ര തുടങ്ങുകയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മഞ്ഞ് മൂടിയ സലാലയിൽ കൂടെ യാത്ര ചെയ്യണം. സലാല ബോർഡർ എത്തണകാട്ടിയും കുറച്ച് മുന്നേ നമ്മൾ വണ്ടി സൈഡാക്കി ആ മഞ്ഞിൽ ഇറങ്ങി നിന്ന്. എന്നിട്ട് നമ്മൾ ആ സലാല യാത്ര അയവിറക്കിയിരുന്നു. നമ്മൾ ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാം. ഞാൻ പോകണ്ടോ? പേടി പേടി അട്ടാ. നേന്ത്രപ്പഴം ഏതാണ്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് രാത്രി താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ ഇട്ടിട്ട് വെച്ച് പിടിച്ച് എയർബിഎൻബിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ട് 2 ബെഡ്റൂം, സ്വിമ്മിംഗ് പൂള്, ഗാർഡനൊക്കെ ഉള്ള ഒരു ഫുൾ വില്ല. അങ്ങനെ നമ്മൾ സലാലയുടെ ബോർഡർ എത്തി. ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞില്ല പച്ചപ്പില്ല. രാത്രി നൈറ്റായപ്പോൾ ഇരുട്ടായി. പോണ വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി ഡിന്നർ കഴിച്ച്. ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മളവിടെ കയറി ചെന്നപ്പോൾ അവർക്ക് ഒരു മൈൻഡില്ല, ഇരുന്ന് സിനിമ കാണിയിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഓർഡർ എടുക്കാനായിട്ട്. ആദ്യം ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും കിട്ടിയില്ല. ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. പെട്രോളൊക്കെ അടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ വില്ലയിലെത്തി. നോക്കുമ്പോൾ അതിൽ ഒരു ബെഡ്റൂമിൽ ഓൾറെഡി ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആദ്യം നിന്ന് ഇബിരി കാസിലേക്ക് വിട്ടു. ഉറക്കം വന്ന് പ്രാന്തായിരിക്കണം. ഇനി 2 മണിക്കൂർ വണ്ടി ഓടിക്കണം. ഹോട്ടലെത്തി. അബുദാബിക്കുള്ള ടീംസ് അപ്പോൾ തന്നെ പോയി. അവർക്ക് അവിടുന്ന് 2-3 മണിക്കൂറും കൂടി ഉള്ളൂ. സമയം രാവിലെ 3 മണി. കിടന്നു. ഒരു 10 മണി ആയപ്പോൾ ഞങ്ങൾ ഖത്തറിലേക്ക് തിരിച്ചു. സൗദി ഒമാൻ ബോർഡറിൽ 2 മണിക്കൂർ കിടക്കേണ്ടി വന്നു. ഭയങ്കര ചെക്കിങ്. പോലീസിനായും പോലീസുകാരനും ഒരേപോലെ വണ്ടിയുടെ ഉള്ളിലേക്ക് ചാടി കയറിയിട്ട് ഫുൾ പരിശോധന. പെട്ടിയൊക്കെ എക്സ്റേ സ്കാനിന് വിട്ട് വണ്ടി എക്സ്റേ സ്കാൻ ചെയ്ത് പോലീസുകാരൻ അവിടുത്തെ പണിക്കാരനോട് സ്ക്രൂ ഡ്രൈവർ ചോദിച്ചു. എന്തൊക്കെയോ കുത്തി പൊളിക്കാൻ. ഭാഗ്യത്തിന് അവിടെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതും പൊളിച്ചെടുത്തേനെ ഭായൻ. അവിടുന്ന് പിന്നെ സൗദിയുടെ ഗംഭീരമായ റോട്ടിലൂടെ തിരിച്ച് ഖത്തറിലേക്ക്. അങ്ങനെ അതാണ് ഞങ്ങളുടെ സലാല ഡയറീസ്. അപ്പോൾ ഗൈസ്, ഈ ഒമാൻ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക ഗൈസ്, ലൈക്ക് ഇറ്റ്. പിന്നെ ഇതേപോലെ പൊളി വീഡിയോസ് കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടിയും അടിച്ച് പൊളിക്കുകയും. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ അടിപൊളി കഥ ഉണ്ടെങ്കിൽ അത് എന്നെയായിട്ട് ഷെയർ ചെയ്യട്ടാ. ഇതാണ് ഇമെയിൽ അഡ്രസ്സ്. പിന്നെ എൻ്റെ ഡ്രോയിങ്സൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ അവിടെയും കോണ്ടാക്റ്റ് ചെയ്യാം. കുറേ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എൻജോയ് ചെയ്യുക. ബൈ, പീസ്, ലവ് ആൻഡ് ടേക്ക് കെയർ. ഇവിടുന്ന് അങ്ങോട്ട് മഞ്ഞില്ല കേട്ടോ. ഇനി കട്ടച്ചൂടാണ് ഇവിടുന്ന് അങ്ങോട്ട്. കട്ടച്ചൂട് കൊണ്ട്